ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനമായി വരാൻ കർത്താവ് തന്ന ഈ അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, അങ്ങയുടെ വചനം ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവിന് ശക്തിയോടും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ക്രിയ ചെയ്യട്ടെ, അങ്ങയുടെ വചനം കൺവിക്റ്റ് ചെയ്യട്ടെ, അങ്ങയുടെ വചനം ബലപ്പെടുത്തട്ടെ. അങ്ങയുടെ വലിയ പ്രവർത്തിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. മനുഷ്യന് ശബ്ദമല്ല, പരിശുദ്ധാത്മാവ് തന്നെ ഓരോരുത്തരോട് ഇടപെടുമാറാണ് പ്രാർത്ഥിക്കുന്നു. കാരണം വചനം ക്രിയ ചെയ്തിരിക്കുക സ്തുതിക്കുന്നതാണ്. വചനം അങ്ങേക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുന്നുണ്ട് സ്തുതിക്കുന്ന എല്ലാം നസ്രാനെ യേശു ക്രിസ്തു തന്നെ. ആമേൻ. നമുക്ക് നേരത്തെയുള്ളൊരു മെസ്സേജിൻ്റെ കുറേ ഓവർലാപ്പ് ഉണ്ട്, എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാം. ഒരു വാക്യം വായിക്കാം. 53-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അപ്പം നമുക്ക് അനേകർക്കറിയാവുന്നൊരു വാക്യമാണ്. നമുക്ക് മുന്നോട്ട് നോക്കാം. ആദ്യം എന്താണ് ഇവിടെ കാണുന്നത്? ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം ഹൃദയത്തിൽ ഇല്ലാത്തൊരു മൂഢൻ. കർത്താവിനെ പറ്റി പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയും. കർത്താവിനെ പറ്റി ഒരു പരിജ്ഞാനവും ഈ മൂഢൻ്റെ ഹൃദയത്തിലില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർ വഷളന്മാരായി. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയറാണ്. ദേ ആർ കറപ്റ്റ്. വേറെ ഭാഷ പറഞ്ഞാൽ മൂഢൻ്റെ ഹൃദയത്തിൽ ആദ്യം ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം പോയി. അടുത്ത സ്റ്റെപ്പിൽ അവരുടെ ഹൃദയം കറപ്റ്റായിപ്പോയി, അല്ലെങ്കിൽ ഹൃദയത്തിൽ അവർ വഷളന്മാരായി മാറി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കും. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഹൃദയത്തിൽ വഷളന്മാരായ ശേഷം എന്താണ് സംഭവിക്കുന്നത്? അത് പ്രവർത്തികളിൽ പ്രതിഫലിച്ചു തുടങ്ങി. മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കും. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. നമ്മൾ കാണാൻ സാധിക്കും, മൂഢൻ്റെ ഹൃദയത്തിൽ ആദ്യം ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം പോയി. പരിജ്ഞാനം പോയി കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു? ഹൃദയത്തിൽ വഷളനായി മാറി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? പ്രവൃത്തികളിൽ പ്രതിഫലിച്ചു തുടങ്ങി. മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. അപ്പം വളരെ ക്ലിയറായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം, ദൈവവചനത്തിൽ നിന്ന് കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം പോകുന്നു. ജനം ഹൃദയത്തിൽ വഷളന്മാരായി മാറുന്നു. പിന്നെ അത് പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നു. മ്ലേച്ഛകരമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈവൻ ഇന്നത്തെ നമ്മുടെ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ രാജ്യങ്ങളിൽ തന്നെ ഇത് നമുക്ക് കാണാൻ സാധിക്കും. പല ദേശങ്ങളിലും ദൈവവചനം വ്യാപരിക്കുന്നില്ല. അങ്ങനത്തെയുള്ള ദേശങ്ങളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം, നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും വല്ലാത്ത ക്രൈമും വല്ലാത്ത ക്രൂരകരമായ ക്രൈംസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ വചനം ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് നമ്മൾ ദേശങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവം പരിജ്ഞാനമില്ലാത്ത ജനം ഹൃദയത്തിൽ വഷളന്മാരായി മാറി നീതികേട് പ്രവർത്തിക്കുന്നു. നാച്ചുറലായിട്ട് ഈ പ്രോഗ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ജനത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിജ്ഞാനം പോകുന്നു. ഹൃദയത്തിൽ വഷളന്മാരായി മാറും. പിന്നെ അത് പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും.
നമുക്ക് ഇത് ഏതാണ്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഇനിയും നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അതേ സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യങ്ങളും വായിക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. 3-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം ഇപ്പോൾ വായിച്ച 3-ാമത്തെ വാക്യം നമുക്ക് ഒരിക്കലൂടെ ഫോക്കസ് ചെയ്യാം. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഈ വാക്യം നമുക്ക് പുറകെ നിന്ന് പഠിച്ചു നോക്കാം. അപ്പം അവസാനം പറയുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും ഇല്ല. അതേ കാര്യമാണ് നമ്മൾ ആദ്യത്തെ വാക്യത്തിലും കണ്ടത്. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലും. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ഇവിടെ നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വീണ്ടും ആ ജനത്തിൻ്റെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അതിന് മുമ്പെന്താ? എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇവിടെ ഇംഗ്ലീഷ് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടാണ് കൊള്ളരുതാത്തവരായി തീർന്നു. അതിന് ഇംഗ്ലീഷ് ടുഗദർ ദേ ഹാവ് ബിക്കം കറപ്റ്റ്. ടുഗദർ ദേ ഹാവ് ബിക്കം കറപ്റ്റ്. ഇൻഫാക്ട് അത് ഇംഗ്ലീഷിൽ ആദ്യത്തെ വാക്യം ദേ ഹാവ് ബിക്കം കറപ്റ്റ്. വീണ്ടും ഇവിടെയും അതേ യൂസേജാണ് നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. മലയാളത്തിൽ എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. വേറെ ഭാഷ പറഞ്ഞാൽ ഹൃദയത്തിൽ അവർ കൊള്ളരുതാത്തവരായി തീർന്നു. ഇതേ കാര്യം 1-ാമത്തെ വാക്യത്തിൻ്റെ അതേ കാര്യങ്ങൾ നമുക്ക് ഈ 2-3-ാമത്തെ വാക്യത്തിലും കാണാൻ സാധിക്കും. നന്മ ചെയ്യുന്നവരില്ല, ഒരുത്തൻ പോലുമില്ല. എന്താണത് കാണിക്കുന്നത്? പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ പറയുന്നു, എല്ലാവരും ഒരുപോലെ പിൻവാങ്ങി കൊള്ളരുതാത്തവരായി തീർന്നു. മറുവശം ഹൃദയത്തിൽ കറപ്റ്റായി കൊള്ളരുതാത്തവരായി തീർന്നു. ഇനി അതിൻ്റെ മുമ്പിലത്തെ ഭാഗം ഒരിക്കലും കാണാൻ സാധിക്കും. എല്ലാവരും പിൻവാങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പിൻവാങ്ങി. എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എല്ലാവരും പിൻവാങ്ങി കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എന്താണ് ഇവിടെ കാണാൻ സാധിച്ചത്? പിൻവാങ്ങി എന്നുള്ള ഇംഗ്ലീഷിൽ ഈ എവ്രി വൺ ഓഫ് ദം ഹാസ് ടേൺഡ് അസൈഡ്. നമ്മൾ കണ്ടു അവസാനത്തെ വാക്യത്തിൽ നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മൾ 1-ാമത്തെ വാക്യത്തിൽ കണ്ടല്ലോ, പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്നു. ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഇംഗ്ലീഷിൽ ദേ ഹാവ് ബിക്കം കറപ്റ്റ്. വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ കൊള്ളരുതാത്തവരായി. അല്ലെങ്കിൽ നമ്മൾ 1-ാം വാക്യത്തിൽ കണ്ടല്ലോ, ഹൃദയത്തിൽ വഷളന്മാരായി. അതിനു മുമ്പുള്ള കാരണം, അതിനു മുമ്പുള്ള വാക്യം എല്ലാവരും പിൻവാങ്ങി. ഓ പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പിൻവാങ്ങി. എന്തിൽ നിന്ന് പിൻവാങ്ങി? നമുക്ക് 2-ാമത്തെ വാക്യം ചേർത്ത് വായിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഓ പ്രൈസ് ദി ലോർഡ്. എന്താണ് കാണാൻ സാധിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിൻവാങ്ങി
അവരുടെ ഹൃദയത്തിൽ അവർ കൊള്ളരുതാത്തവരായി മാറി. പിന്നെ അവരുടെ പ്രവൃത്തികളിൽ പ്രതിഫലിച്ച് നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയായി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒന്നാം വാക്യത്തിൽ കണ്ടതാണ്, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയി. ഹൃദയത്തിൽ അവർ വഷളന്മാരായി മാറി. പിന്നെ അവരുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന കാണാൻ സാധിക്കും. ഇപ്പം 2-3 വാക്യം വായിക്കും എന്താണ് മനസ്സിലാവുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നത് മനുഷ്യൻ പിൻവാങ്ങി, അവരുടെ ഹൃദയത്തിൽ അവർ കൊള്ളരുതാത്തവരായി മാറി. അവരുടെ പ്രവൃത്തികളിൽ പ്രതിഫലിച്ച് നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയായി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് രണ്ടും കൂടെ ചേർത്താൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നതിന് പിന്മാറുമ്പോൾ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറും. അത് മാറുമ്പോൾ ഹൃദയത്തിൽ മനുഷ്യൻ വഷളന്മാരായി മാറും. അത് അപ്പോഴായിരിക്കത്തില്ല, കുറച്ചു നേരം കഴിയുമ്പോൾ അത് പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയാവും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ പറയട്ടെ, 1 മുതൽ 3 വാക്യങ്ങൾ മുഴുവൻ കാണുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിൻവാങ്ങുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം കുറയും, അല്ലെ ഇല്ലാതെയാകും. അത് അങ്ങനെയാകുമ്പോൾ ഹൃദയത്തിൽ അവർ വഷളന്മാരായി മാറും. പിന്നെ അപ്പോഴായിരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ പ്രവൃത്തികളിൽ ഇത് പ്രതിഫലിക്കും. നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയാണ്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ആ അന്വേഷണത്തിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ദൈവത്തിനെ പറ്റിയുള്ള പരിജ്ഞാനം ഹൃദയത്തിൽ കുറയും. ഹൃദയത്തിൽ വഷളത്വം കയറും. അത് കുറേ നാൾ പോയെന്ന് വരാം, പക്ഷേ അവസാനമാകുമ്പോൾ പ്രവൃത്തികളിൽ പ്രതിഫലിച്ച് നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയാകും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും പുറമേ ഉള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഈ വചനം സ്പെസിഫിക്കായിട്ട് പറയുന്നു, ആരാധിക്കുന്നവനുണ്ടോ എന്നല്ല കർത്താവിടെ നോക്കുന്നത്, പ്രാർത്ഥിക്കുന്നവനുണ്ടോ എന്നല്ല, ദൈവവചനം വായിക്കുന്നവനുണ്ടോ എന്നല്ല, കൽപ്പന അനുസരിച്ചാണ്. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം നാച്ചുറലി വരും. പക്ഷെ ഇതിലെല്ലാത്തിലും ഉപരിയായിട്ട് കർത്താവ് ചോദിക്കുന്നതാണ്, ഹൃദയത്തിൽ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിൻവാങ്ങിയാൽ ഹൃദയത്തിൽ വഷളത്വം, ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനം ഹൃദയത്തിൽ കുറയും, അല്ല ഇല്ലാതെയാകും. ഹൃദയത്തിൽ വഷളത്വം കയറും. അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമയത്തത് പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. നന്മ ചെയ്യുന്നവൻ ആരുമില്ലാതെയാകും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും നമ്മൾ കണ്ടു. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരാണ്. നമുക്കൊരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്. പുറമേ ഉള്ളത് വെച്ച് മനുഷ്യനെ അളക്കുന്നു. കർത്താവ് പറയുന്നു, കർത്താവിനെ അന്വേഷിക്കുന്ന പിൻവാങ്ങിയാൽ ഹൃദയത്തിൽ പരിജ്ഞാനം പോവും, വഷളത്വം കയറും. ദൈവത്തെ പറ്റി പരിജ്ഞാനം പോവും, ഹൃദയത്തിൽ വഷളത്വം കയറും, പ്രവൃത്തികളിൽ പ്രതിഫലിക്കും. കർത്താവ് സ്പെസിഫിക്കായിട്ട് പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? പക്ഷെ പലപ്പോഴും നമ്മൾ പുറമേ ഉള്ളത് കൊണ്ട് അളക്കുന്നു, പുറമേ ഉള്ളത് കൊണ്ട് ആത്മീയനോ ഇല്ലയെന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് നാച്ചുറലി നമ്മുടെ എല്ലാവരുടെയും ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമുക്കതിനെപ്പറ്റി ഒരു വാക്യം വായിക്കാം. 1 ശമൂവേൽ 16:7. യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. അപ്പോൾ ഈ വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം
നമ്മൾ പലപ്പോഴും ദൈവജനം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പറ്റിയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്, കർത്താവിൻ്റെ ഹൃദയം, കർത്താവിൻ്റെ നേച്ചർ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ ഒരു വാക്യത്തിൽ സ്പെസിഫിക്കായിട്ട് ദൈവത്തെ പറ്റി മാത്രമല്ല മനുഷ്യൻ്റെ കാര്യം പറയും. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കും. അത് നാച്ചുറലി നമ്മൾക്ക് എല്ലാവർക്കും അത് വാലിഡാണ്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, കർത്താവോ ഹൃദയത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നവനെ നോക്കുന്നു. നാം മനുഷ്യരുടെ പുറമേയുള്ള ആത്മീയതയും പുറമേയുള്ളതും നാം നോക്കി അളക്കുന്നു. സ്പെസിഫിക്കായി ഇത് നാച്ചുറൽ ടെൻഡൻസിയാണ്. കർത്താവോ ഹൃദയത്തിൽ അവനെ അന്വേഷിക്കുന്നവനെ നോക്കുന്നു, നാം മനുഷ്യരുടെ പുറമേയുള്ള ആത്മീയതയെ നോക്കുന്നു. അത് മാത്രമല്ല, പുറമേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറമേ വെച്ച് നമ്മളത് ഫിക്സ് ചെയ്യാൻ നോക്കുന്നു. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 25-ാം വാക്യങ്ങൾ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കപടഭക്തിക്കാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കും, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇത് പരീശന്മാർ വളരെയധികം പുറമേ ആത്മീയരുള്ളവരായിരുന്നു. ഇവിടെ സ്പെസിഫിക്കായിട്ട് കർത്താവ് പറയാൻ നിങ്ങൾ പുറം വെടിപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് എല്ലാവരുടെയും നാച്ചുറൽ ടെൻഡൻസിയാണ്. പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം പുറം വൃത്തിയാക്കും. ഞാൻ രൂപമേ ആലോചിക്കുകയായിരുന്നു, ഇപ്പം ഒരു മനുഷ്യനൊരു അഭയാർത്ഥി ക്യാമ്പിൽ മാൽന്യൂട്രീഷനിൽ നിന്ന് ഒരാൾ വന്നു. പക്ഷെ അയാൾ വേറെ ജീവിതത്തിലോട്ട് കടന്നതിന് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു മനുഷ്യന് മുമ്പിൽ എത്തിയാൽ മനുഷ്യൻ പറയും ഇങ്ങനെ എന്തോ പ്രശ്നം. പക്ഷെ മനുഷ്യന് മുമ്പിൽ അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടി ഒരു പക്ഷേ ആ മനുഷ്യൻ വേണമെങ്കിൽ ഒരു 3-4 ടീഷർട്ടും 3-4 പാൻറ്റും ഒക്കെ ഇടാം. അപ്പോൾ കുറച്ചുകൂടെ സൈസ് തോന്നിക്കും, മനുഷ്യന് മുമ്പിൽ ഓക്കെ ആയിട്ട് നടക്കാം. എല്ലാവർക്കും ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ്, നമ്മൾ പുറമേ ഉള്ളത് ഫിക്സ് ചെയ്യാൻ നോക്കും. പക്ഷേ ശരിക്കും അത് കുറച്ച് നാളത്തേക്കൊക്കെ അങ്ങനെ പോകുന്നത്. ശരിക്കും ഫിക്സ് ചെയ്യണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം, നല്ലതായിട്ട് വെള്ളം കുടിച്ച് നല്ലതായിട്ടൊരു ഭക്ഷണം കഴിക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ പതുക്കെ ശരീരം വലുതാകിയ ഒരു നാച്ചുറൽ ഹെൽത്തി പൊസിഷനിലോട്ട് വരികയും ചെയ്യും. ഇവിടെ സ്പെസിഫിക്കായിട്ട് പരീശന്മാർ കർത്താവ് പറയുന്നു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ അകം മുഴുവനും പന്നയാണ്, നിങ്ങളുടെ പുറം നിങ്ങൾ വെടിപ്പായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുന്നു, പക്ഷെ കർത്താവ് ഹൃദയത്തെ നോക്കും. നിങ്ങൾ പുറമേ നോക്കി മനുഷ്യരുടെ മുമ്പിൽ ഇതായിട്ട് നിൽക്കാൻ നോക്കുകയാണ്. അതിനോട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു കാര്യം കൂടെ പറയുന്നു. അടുത്ത വാക്യം വായിക്കാം. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. പ്രൈസ് ദി ലോർഡ്. കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. English culture first clean the inside of a cup and fish so that the outside of it may become clean also. പുറം വെടിപ്പാക്കുന്നതിന് അവയുടെ അകം വെടിപ്പാക്കുക. അകം വെടിപ്പാക്കുമ്പോൾ പുറം ഓട്ടോമാറ്റിക്കലി വെടിപ്പാകും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ പുറമേയുള്ളതിനെ അളക്കുന്നു, പുറമേയുള്ളതിനെ പോളിഷ് ചെയ്ത് വെച്ചാൽ നോക്കും. പരീശന്മാരെ പറ്റി കർത്താവ് സ്പെസിഫിക്കായിട്ടത് പറയുന്നു. പക്ഷെ കർത്താവ് സ്പെസിഫിക്കായിട്ട് പറയുന്നു, നിങ്ങൾ പുറം വെടിപ്പാക്കുന്നതിന് പകരം നിങ്ങളുടെ അകം വെടിപ്പാക്കുക. അകം വെടിപ്പാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുറം വെടിപ്പായിക്കോളും. അകം എങ്ങനെ വെടിപ്പാക്കാം? നമ്മൾ 53-ാം സങ്കീർത്തനത്തിൽ കണ്ടുപോലെ യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ഹൃദയം കൊണ്ട്, പുറത്തെയ്തുകൊണ്ടല്ല, ഹൃദയം കൊണ്ട് കർത്താവിൻ്റെ അന്വേഷണത്തിലോട്ട് മടങ്ങി വരാം. കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം നമ്മിൽ വർദ്ധിക്കുകയും നമ്മുടെ ഹൃദയം ഒന്നുകൂടെ കർത്താവിലേക്ക് വരികയും അത് നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും.
പരീക്ഷന്മാരെ പോലെ നമുക്കും പുറത്തും പോളിഷ് ചെയ്ത് വെക്കാം, അധികം നാൾ പോകത്തില്ല. സ്പെസിഫിക്കായിട്ട് കർത്താവ് പറയും, നിങ്ങളുടെ അകം വെടിപ്പാക്കുക. എങ്ങനെ? ദൈവത്തെ അന്വേഷിക്കുന്നതിലോട്ട്, കർത്താവിൻ്റെ വചനത്തിനായി ദാഹിക്കുന്നതിലോട്ട്, വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ദാഹത്തിലോട്ട് മടങ്ങി വരാം. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം നമ്മൾ വർദ്ധിക്കുകയും നമ്മൾ ഹൃദയം കൊണ്ട് കർത്താവിനോട് ചേരുകയും നമ്മുടെ പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും. പരീക്ഷന്മാരെ പോലെ പുറം പോഷാക്കിയിട്ട് കാര്യമില്ല. മനുഷ്യൻ പുറമേയുള്ള നോക്കുന്ന ഒക്കെ ആയിട്ട് വരാം. പക്ഷെ കർത്താവ് പറയുന്നു, കുരുടനായ പരിച്ഛനെ നിന്റെ പുറം വെടിപ്പാക്കുന്നതിന് പകരം അവയുടെ അകം വെടിപ്പാക്കുക. കർത്താവിനെ ഹൃദയം കൊണ്ട് അന്വേഷിക്കുന്നതിലോട്ട് മടങ്ങി വരിക. അങ്ങനെയെങ്കിൽ നിന്റെ പുറവും വെടിപ്പായി വരും. അപ്പം നമുക്ക് കർത്താവിലോട്ട് മടങ്ങി വരുന്നതിന് നമുക്ക് കർത്താവിനായി ദാഹിക്കും ദൈവത്തെ അന്വേഷിക്കുന്നതിനോട്ടുള്ള ബന്ധത്തിൽ 2 വാക്യങ്ങൾ വായിച്ച് മുന്നോട്ട് പോകാം. 119 സങ്കീർത്തനം 104 വാക്യം. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഓ പ്രൈസ്. അതേ സങ്കീർത്തനം 128 വാക്യം കൂടെ വായിക്കാം. ആകയാൽ നിന്റെ സകല പ്രമാണങ്ങളും ഒത്തത് തന്നെ ഞാൻ സകല വ്യാജമാർഗത്തെയും വെറുക്കുന്നു. വചനത്തിനായി ദാഹിച്ചു, വചനത്തിൻ്റെ മർമ്മങ്ങൾക്കായി ദാഹിച്ചു. അങ്ങനെ ദൈവത്തെ അന്വേഷിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടി ഹൃദയം കൂടെ അത് പ്രവർത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. വ്യാജമാർഗത്തിലോട്ട് പോയില്ലെന്ന് മാത്രമല്ല, വ്യാജമാർഗത്തെ വെറുക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് സങ്കീർത്തനക്കാരൻ വരുന്നത് കാണാൻ സാധിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. കർത്താവിനെ അന്വേഷിക്കുന്നതിന് പിൻവാങ്ങിയ നമ്മുടെ ഹൃദയത്തിൽ വഷളത്വം കയറും. കർത്താവിനുള്ള പരിജ്ഞാനം കുറഞ്ഞു പോകും. ഹൃദയത്തിൽ വഷളത്വം കയറും. നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഒരുപക്ഷെ പരീക്ഷന്മാരെ പോലെ പുറത്തൊക്കെ ഒരു പോഷാക്കി കുറച്ചു നേരം നടക്കാം, പക്ഷെ അധികം നാളൊന്നും പോകാൻ സാധിക്കത്തില്ല. കർത്താവിനെ അവൻ്റെ വചനത്തിലെ മർമ്മങ്ങൾക്കായി അന്വേഷിക്കുന്നതിലോട്ട് നമുക്ക് തിരികെ വരാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ അകവും പുറവും അങ്ങനെ വെടിപ്പാകട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, മനുഷ്യൻ യഥാർത്ഥത്തിൽ കർത്താവിനെ അന്വേഷിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയാൽ നമ്മൾ കണ്ടു, കർത്താവിനുള്ള പരിജ്ഞാനം കുറയും, ഹൃദയത്തിൽ വഷളത്വം കയറും, അത് പ്രവൃത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. പക്ഷെ ഹൃദയത്തിൽ വഷളത്വം കയറിയാലും പെട്ടെന്ന് പ്രവൃത്തികളിൽ കാണണമെന്നില്ല. കുറേ നാളത്തേക്ക് ഒരു കപട ആത്മീയതയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അങ്ങനെയാണ്, ഹൃദയത്തിൽ വഷളത്വം കുറേ നാളത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഒരു സമയത്ത് അത് പുറത്ത് വെളിപ്പെടും. പക്ഷെ എങ്കിലും കുറേ നാളത്തേക്ക് ഒരു കപട ആത്മീയതയായിട്ട് പോകാൻ സാധിക്കും. അതുമല്ല, മനുഷ്യൻ ഈ പുറമേ ഉള്ളത് നോക്കുന്നുണ്ട്. ഈ കപട ആത്മീയതയോട്ട് പോകുന്നവർ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആത്മീയരാണെന്ന് വിചാരിക്കുകയും ചെയ്യും. നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വേദപുസ്തകത്തിൽ തന്നെ ഉദാഹരണങ്ങൾ കാണാം. ആദ്യത്തെ ഉദാഹരണം പരീക്ഷന്മാരുടെ ഉദാഹരണമാണ്. മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 14-15 വാക്യങ്ങൾ. ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, അതിൻ്റെ മെയിൻ ഭാഗങ്ങൾ മാത്രം വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിളങ്ങി ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങൾ കടുമയേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുള്ളവരും നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യനാക്കുന്നു. അപ്പം വളരെയധികം നമ്മൾ പരീക്ഷ നോക്കുമ്പോൾ പറയുന്നു, ദീർഘമായി പ്രാർത്ഥിക്കുന്നു, കടലും കരയും ചുറ്റി നടന്ന് നിങ്ങളുടെ മതത്തിൽ ചേർക്കുന്നു.
വേറെ പറയുന്നു, ദേവി വിധവമാരുടെ വീടുകളെ വിണങ്ങുകയും ഇരട്ടിച്ച് നാരകനാക്കുകയും ചെയ്യുന്നു. കഥാകർത്താവിന് അകം മുഴുവനും കിണ്ടികളുടെ പുറം മാത്രമേ വെളുപ്പുള്ള, അകത്ത് മുഴുവനും കവർ ചെയ്തുള്ളതാണ്. നമ്മൾ പുറമെ നോക്കുമ്പോൾ എന്താണ്? ദീർഘമായി പ്രാർത്ഥിക്കുന്നു, കടലും കരയും നടന്ന ആളെ നേടുന്നു. പ്രാർത്ഥന പെർഫെക്റ്റ്, ഇവാഞ്ചലിസം പെർഫെക്റ്റ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ പുറം വെടിപ്പാണ്, അകത്ത് കവർച്ചയും അതിക്രമവും നടന്നിരിക്കുന്നു. അകം വെടിപ്പാണ്. അവിടെ ബന്ധപ്പെട്ട് വേറൊരു വാക്യം വായിക്കാം. അതേ അധ്യായം 23-ാം വാക്യം. കപടഭക്തിക്കാരും ശാസ്ത്രിമാരും പരീശന്മാരുള്ള നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസിക്കുന്ന ന്യായപ്രമാണത്തിൽ ഘനമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യും. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യും. ഓ, തുളസി, ചതകുപ്പ, ജീരകയിൽ പതാരം കൊടുക്കുകയും. പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണമനുസരിച്ച് ഇതിലെല്ലാത്തിലും ഒരു ദശാംശം കൊടുക്കുന്നു. വേറെ ഭാഷ പറഞ്ഞാൽ കൽപ്പനകൾ പ്രമാണിക്കുന്നതിലും പെർഫെക്റ്റ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് പരീശന്മാരെ കുറിച്ച് കണ്ടത്? പ്രാർത്ഥന പെർഫെക്റ്റ്, ഇവാഞ്ചലിസം പെർഫെക്റ്റ്, കൽപ്പന പ്രമാണിക്കുന്നത് പെർഫെക്റ്റ്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ പുറം മാത്രമേ ഉള്ളൂ, നിന്റെ അകത്ത് കവർച്ച അതിക്രമമാണ്. പുറം ചുമ്മാ പോഷാക്കിയിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ അന്വേഷണത്തിലോട്ട് മടങ്ങി വന്ന് അകം വെടിപ്പാക്കുക. അപ്പോൾ പുറകുന്നതാണ്. പക്ഷെ മനുഷ്യൻ പുറമേ ഉള്ളത് കാണുമ്പോൾ പരീശന്മാരെന്താണ്? പ്രാർത്ഥന പെർഫെക്റ്റ്, ഇവാഞ്ചലിസം പെർഫെക്റ്റ്, കൽപ്പന പ്രമാണിക്കുന്നതും പെർഫെക്റ്റ്. പക്ഷേ ഒരു സമയത്ത് ഈ ഹൃദയത്തിലുള്ളത് വെളി വരും. അവർക്ക് പരീശന്മാർ കർത്താവിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാറി അവരുടെ രീതിയിൽ പോവുക. ഹൃദയത്തിൽ വഷളത്തം കയറി. പക്ഷേ പ്രവൃത്തികളിൽ ആദ്യം അത്രയും പ്രതിഫലിക്കുന്ന കാണുന്നില്ല. പുറമെ നോക്കുമ്പോൾ പ്രാർത്ഥന, ഇവാഞ്ചലിസം, കൽപ്പന കാക്കുന്നതിൽ പെർഫെക്റ്റ്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ പുറമേ ഉള്ളൂ, നിന്റെ അകം മുഴുവൻ അതിക്രമം. പക്ഷെ അകത്തുള്ളത് ഒരു സമയത്ത് പുറത്തു വരും. നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 20-ാം വാക്യം. എന്നാൽ ബറബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്ര അതിഭയങ്കരമായൊരു കാര്യം. പാപരഹിതനായ ക്രിസ്തു ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പാപരഹിതനായ ക്രിസ്തുവിനെ ക്രൂശിപ്പിച്ചൊരു കൊലപാതകയെ ഇങ്ങോട്ടെടുക്കാൻ വേണ്ടി അവർ പീലാത്തോസിനോട് പറഞ്ഞെന്ന് മാത്രമല്ല, അവരെങ്ങനെ ചെയ്യാൻ ജനത്തെ പ്രേരിപ്പിക്കുക വരെ ചെയ്തു. ഓ, എത്ര ഭയങ്കരമായൊരു കൃത്യം. പാപരഹിതനായ ക്രിസ്തു അവരുടെ ജീവിക്കുകയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവരാജ്യം കൊണ്ടുവരികയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും പാപരഹിതനായ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ അവർ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ചത് മാത്രമല്ല, അവർ ജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എത്ര വലിയ ഭയങ്കരമായൊരു കുറ്റം. ഇതാരാണ് ചെയ്തത്? പ്രാർത്ഥനയെ പെർഫെക്റ്റായവർ, ഇവാഞ്ചലിസത്തിൽ പെർഫെക്റ്റായവർ, കൽപ്പന കാക്കുന്നതിൽ പുറമെ പെർഫെക്റ്റായവർ. പക്ഷേ ഒരു സമയത്ത് ഹൃദയത്തിൻ്റെ അകത്തുള്ളത് വെളി വരും. ഇവിടെ ഇത്രയും ക്ലിയറായിട്ട് വെളി വരുന്നവർ കാണാൻ സാധിക്കും. കർത്താവ് മുന്നമേ പറഞ്ഞിരുന്നു, നിന്റെ പുറം മാത്രമേ ഉള്ളൂ, അകം ശരിക്കും വെടിപ്പാക്കുക. പുറമെ പെർഫെക്റ്റായിരുന്നു. കുറേ നാളത്തേക്ക് ഈ കപടതയെ പോയി. പക്ഷെ ഒരു സമയത്തത് വെളി വന്നു. പാപരഹിതനായ ക്രിസ്തുവിനെ ക്രൂശിപ്പിക്കാൻ അവർ പീലാത്തോസിനോട് പറഞ്ഞെന്ന് മാത്രമല്ല, ജനത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. എത്ര ഭയങ്കരമായൊരു കുറ്റം. ഹൃദയത്തിൽ വഷളത്തം കയറി അവർ നീതികേട് പ്രവർത്തിച്ചു തുടങ്ങി. നന്മ ചെയ്യുന്നവരാരുമില്ലാതെയായി. പുറത്ത് കപടത കൊണ്ട് മുന്നോട്ട് കുറേ നാൾ പോയി. പക്ഷെ ഒരു സമയത്ത് ഹൃദയത്തിലുള്ളത് വെളിയിൽ വന്നു. പാപരഹിതനായ ദൈവപുത്രനായ യേശു കർത്താവിനെ ക്രൂശിക്കാൻ
അവർ പീലാത്തോസിനോട് അഭ്യർത്ഥിച്ച മാത്രമല്ല, ജനത്തെ പ്രേരിപ്പിക്കുക വരെ ചെയ്തു. ഇതിലും ഭയങ്കരമായിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നത് മാറിപ്പോയ ഹൃദയ പരിജ്ഞാനം കുറയും, ഹൃദയത്തിൽ വഷളത്വം കയറും. അതൊരു സമയത്ത് അത് പ്രവർത്തികളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. അതിനെപ്പറ്റി ഒരു ഉദാഹരണം കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. പരിശുദ്ധന്മാരുടെ ഉദാഹരണങ്ങൾ കണ്ടു. ശൗൽ രാജാവിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. 1 ശമൂവേൽ 10:24 അതിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചിട്ട് മുന്നോട്ടോ. അപ്പോൾ ശമൂവേൽ സർവ്വജനത്തോടും, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നുവോ? സർവ്വജനത്തിലും അവനെപ്പോലും ഒരുത്തനും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ജനമെല്ലാം രാജാവെ ജയ ജയ എന്നോർത്തു. യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നു. ഇസ്രായേലിൻ്റെ അഭിഷിക്തനായ യഹോവ തിരഞ്ഞെടുത്ത ആദ്യ രാജാവ്. സ്പെസിഫിക് ആയിട്ടിവിടെ പറയുന്നു, യഹോവ തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നു. എത്ര വലിയ പദവി! ആദ്യമായിട്ട് യഹോവ ഫുൾ ഇസ്രായേലിനും തിരഞ്ഞെടുത്തൊരു വ്യക്തി, അഭിഷിക്തനായ വ്യക്തി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? 15-ാം അധ്യായം 28-ാം വാക്യം. ശമൂവേൽ അവനോട്, യഹോവ എന്ന ഇസ്രായേലിൻ്റെ രാജ്യത്വം നിങ്ങളിൽ നിന്ന് കയറി നിന്നേക്കാൾ ഉത്തമനായ നിന്റെ കൂട്ടുകാരന് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം ആ കോണ്ടസ്റ്റ് അമാലേക്കരോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന ശൗൽ അനുസരിച്ചില്ല. ഹൃദയം മാറിപ്പോയി. കർത്താവിനെ അന്വേഷിക്കുന്നത് മാറി മനുഷ്യപ്രസാദവും എന്തെങ്കിലും രാജ്യത്വം രാജാവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനും ഹൃദയത്തിലെ അന്വേഷണം മാറി തെറ്റിപ്പോയി. അമാലേക്കരുടെ ബന്ധത്തിൽ അവിടെ തെറ്റിപ്പോയെന്ന് മാത്രമല്ല, അതിന് കഴിഞ്ഞിട്ടും അതിലൊരു മാനസാന്തരം പുള്ളിയിൽ കാണുന്നുമില്ല. അപ്പം അങ്ങനെ ഹൃദയത്തിൽ അന്വേഷണം തോന്നുന്ന ശൗൽ രാജാവ് മാറിപ്പോയി. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകെട് തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിൻ്റെ പക്കങ്ങൾ ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകം തുറഞ്ഞു പറഞ്ഞു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിൻ്റെ കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു. ദാവീദിൻ്റെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗൽ കുന്തം ചാടി. ദാവീദ് 2 പ്രാവശ്യം അവൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. ഹൃദയത്തിൽ അന്വേഷണം മാറി. അമാലേക്കരുടെ ഇതിൽ ശൗൽ രാജാവിൻ്റെ ഹൃദയം മാറിപ്പോയി. മാനസാന്തരം വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അസൂയ അദ്ദേഹം എൻ്റർടൈൻ ചെയ്തു. ഒരു പൈശാചികത അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തു തുടങ്ങി. യഥാർത്ഥ അഭിഷിക്തനായ ദാവീദിനെ അദ്ദേഹം കൊല്ലുവാൻ ശ്രമിച്ചു തുടങ്ങി. കർത്താവിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ പരിജ്ഞാനം കുറഞ്ഞ് ഹൃദയത്തിൽ വഷളത്വം കയറി. അത് പ്രവർത്തികളിലും പ്രതിഫലിച്ചു തുടങ്ങി. പക്ഷേ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ സമയത്തൊക്കെയും പുറമെ അദ്ദേഹം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. ഒരു സമയത്ത് പറയുന്നുണ്ട്, ശൗല് ഇസ്രായേൽ രാജ്യത്തെ മന്ത്രവാദികളെ എല്ലാം ബാൻ ചെയ്തിരുന്നു. പുറമെ വലിയ പ്രശ്നമില്ല. ശൗൽ രാജാവ് വിഗ്രഹാരാധന ചെയ്തെന്നോ വ്യഭിചാരം ചെയ്തെന്നോ ദേവദോസ്തത്തിൽ എഴുതിയിട്ടില്ല. ശൗൽ രാജാവ് ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൽ ഏതാണ്ട് ഒക്കെ ആയിട്ട് നടന്നു. പുറമേ വലിയ കുഴപ്പമില്ലാതെ നടന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിൽ അന്വേഷണം മാറി, പരിജ്ഞാനം കുറഞ്ഞു, ഹൃദയത്തിൽ വഷളനായിട്ട് മാറിയെങ്കിലും കുറച്ച് നാൾ അത് പ്രവൃത്തികളിൽ പ്രതിഫലിച്ചില്ല. പുറമേ പെട്ടെന്ന് നോക്കുമ്പോൾ വലിയ തെറ്റില്ലായ ശൗൽ രാജാവായിരുന്നു. പക്ഷെ ഒരു സമയത്ത് അത് വെളി വന്നു. നമുക്കത് ഭാഗങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 22-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യം. അപ്പോൾ രാജാവ്, അഹീമേലെക്കേ, നീ മരിക്കണം, നീയും നിന്റെ പിതൃഭവനും ഒക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അരികെ നിൽക്കുന്ന അകമ്പടികളോട് ചെന്ന് യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലും. അവർ ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് അവൻ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു.
എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈനീട്ടുന്ന രാജാവിൻ്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് ദോവേഗനോട്, നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. ഏദോമ്യനായ ദോവേഗ് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി പഞ്ഞിനീൽ കൊണ്ടുള്ള ഏഫോദ് ധരിച്ച 85 പേരെ അന്ന് കൊന്നുകളഞ്ഞു. ഓ പ്രൈസ് ലോർഡ്. ഹൃദയത്തിൽ അന്വേഷണം മാറി, പരിജ്ഞാനം കുറഞ്ഞു. പക്ഷേ ഹൃദയത്തിൽ വഷളായതിലും പുറമേ വലിയ തെറ്റില്ലാതെ കുറേ നാൾ പോയി. പക്ഷെ ഒരു സമയത്തത് വെളി വന്നു. യഹോവയുടെ 85 പുരോഹിതന്മാരെ ഒറ്റയടിക്ക് കൊല്ലുവാൻ തക്കവണ്ണമായൊരു നീചകരമായ പ്രവൃത്തിയിലത് വെളി വന്നു. ഓ പ്രൈസ് ലോർഡ്. പറയട്ടെ, ശൗൽ രാജാവ് വ്യഭിചാരം ചെയ്യുന്നോ വിഗ്രഹാരാധന ചെയ്യുന്നോ വചനത്തിൽ എഴുതിയിട്ടില്ല. മന്ത്രവാദികളെ അദ്ദേഹം ഇസ്രായേലിന് ബാൻ ചെയ്തു. പിന്നെ ഞാൻ ഓർക്കുകയാണ്, ഏതോ ഒരു കേസിൽ അദ്ദേഹം ന്യായപ്രമാണം അനുസരിച്ച് ആദ്യത്തെ ദിവസം ഇന്ന പ്യൂരിഫിക്കേഷനൊക്കെ അനുസരിച്ചിരിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. പുറമേ വലിയ തെറ്റില്ല കുറേ നാൾ. പക്ഷെ ഒരു സമയത്തത് വെളി വന്നു. യഹോവയുടെ 85 പുരോഹിതന്മാരെ കൊല്ലുവാൻ തക്കൊണ്ട് നീചകരമായ പ്രവൃത്തിയിലേക്ക് അത് വെളി വന്നു. ഒരു സമയത്ത് ഉള്ളിലുള്ളത് വെളി വരും. നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. ലൂക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പെടാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല. ഓ പ്രൈസ് ദി ലോർഡ്. കുറേ നാൾ പോവാം, പക്ഷെ ഒരു സമയത്ത് ഉള്ളിലുള്ളത് വെളി വരും. ഹൃദയത്തിൽ വഷളത്വം കയറിയാൽ ഒരു സമയത്ത് പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും. പരീശന്മാരുടെ കേസ് നമ്മൾ കണ്ടു, ശൗൽ രാജാവിൻ്റെ കേസിലും കണ്ടു. പുറമേ വലിയ കുഴപ്പമില്ല രണ്ടുപേരും പോയി, പക്ഷെ ഒരു സമയത്ത് അകത്തിലുള്ളത് വെളി വരും. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. കർത്താവിൻ്റെ അന്വേഷണത്തിൽ നാം പിൻവാങ്ങിയാൽ നമ്മുടെ ഹൃദയത്തിൽ പരിജ്ഞാനം കുറയും, ഹൃദയത്തിൽ വഷളത്വം കയറും. പക്ഷെ കുറേ നാളത്തേക്ക് അത് മുന്നോട്ടും ആദ്യം പ്രവൃത്തികളിൽ പ്രതിഫലിക്കണമെന്നില്ല. പക്ഷെ ഒരു സമയത്ത് അത് പ്രവൃത്തികളിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. എന്താണ് കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്? നീ പുറം വെളിപ്പാക്കിട്ട കാര്യമില്ല, അകം വെളിപ്പാക്ക്. കർത്താവിനെ അന്വേഷിക്കുന്നതിലോട്ട് മടങ്ങി വാ. നിന്റെ കർത്താവിനെ പറ്റിയുള്ള പരിജ്ഞാനം വർദ്ധിക്കട്ടെ. നിന്റെ അകവും പുറവും ഒരുപോലെ നന്നായിരിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. നാം ഒരുപക്ഷെ പരീശന്മാരെ പോലെ കൽപ്പനയാക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഇവാഞ്ചലിസം ചെയ്യുന്നവരായിരിക്കാം. അതൊക്കെ നല്ലത്. പക്ഷെ കർത്താവിൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ഹൃദയത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നീ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നു? ഓ പ്രൈസ് ദി ലോർഡ്. ദാവീദിനെ പോലെ പറയാൻ സാധിക്കും, ഞാൻ യഹോവയുടെ ഒരു കാര്യത്തെ അപേക്ഷിച്ചാൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ പാലയത്തിൽ പാർക്കേണ്ടതെന്ന് തന്നെ. നാം യഥാർത്ഥത്തിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നു. പലപ്പോഴും ഏറ്റവും സങ്കടമായ കാര്യം എനിക്ക് മനസ്സിലായി, പല വിശ്വാസികളും ദൈവത്തെ അന്വേഷിക്കുന്നു പറയുമ്പോഴും പലപ്പോഴും അവരതല്ല അന്വേഷിക്കുന്നത്. അവരന്വേഷിക്കുന്നത് ഈ ലോകത്തിലെ നന്മ, വെളിയിൽ പോകാനുള്ള വിസ, കൂടുതൽ ശമ്പളമുള്ള ജോലി, തലമുറയ്ക്ക് കൂടുതൽ ശമ്പളം. ഇതെല്ലാം നല്ല കാര്യം, കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവ് തരട്ടെ, അതിനൊന്നും എതിരില്ല. പക്ഷേ ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ അന്വേഷണം അതിലോട്ട് മാറിപ്പോയോ? ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ അന്വേഷണം അതിലോട്ട് മാറിപ്പോയോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അന്വേഷണം മാറി ഈ ലോകത്തിലെ അതും ഇതും നമ്മുടെ പ്രശംസയും എല്ലാം അതിലായിട്ട് മാറിപ്പോയോ?
കർത്താവിൻ്റെ വിശ്വസ്തയാണ്. കർത്താവ് ഈ ലോകത്തിലെ നന്മകൾ തരും. കർത്താവ് മാനിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ അന്വേഷണം അതിനായിട്ട് മാറിപ്പോയോ? അന്വേഷണം മാറിയാൽ പരിജ്ഞാനം കുറയും, ഹൃദയത്തിൽ വഷളത്വം കയറും, ഒരു സമയത്ത് വെളി വരികയും ചെയ്യും. അതിൻ്റെ ഒരേ ഒരു പോംവഴിയുള്ളൂ, കർത്താവിനെ അന്വേഷിക്കുന്നതിലോട്ട് മടങ്ങി വരാം. ഹൃദയത്തിൽ പരിജ്ഞാനം വർദ്ധിക്കട്ടെ, അകവും പുറവും വെടിപ്പാക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നോക്കുന്നു. നമുക്ക് കർത്താവിനെ അന്വേഷിക്കുന്നതിലോട്ട് മടങ്ങി വരാം. അപ്പോൾ എന്നാൽ സമയത്തിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വേണ്ടി പ്രവർത്തിക്കാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ വചനം ക്രിയ ചെയ്തതിനെ സ്തുതിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അങ്ങേ അന്വേഷിക്കുന്നു പറയുമ്പോഴും നമ്മുടെ അന്വേഷണം ഈ ലോകത്തിലെ നന്മയാണ്. നമ്മുടെ കാര്യം നടക്കണമെന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഞങ്ങൾ അന്വേഷിക്കും. അപ്പാ, ഞങ്ങൾ മാറി, ഞങ്ങൾ അങ്ങയെ മാത്രം അന്വേഷിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും നിറവേറ്റാൻ വിശ്വസ്തനായിരിക്കാൻ സ്തുതി. ഞങ്ങൾ അങ്ങേക്കായി വാഞ്ചിക്കുന്നു, അങ്ങേക്കായി ദാഹിക്കുന്നു, അങ്ങേക്കായി അന്വേഷിക്കുന്നു. അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാനായിട്ട് ഞങ്ങൾ മാറട്ടെ. ഞങ്ങൾ ഹൃദയവും അകവും പുറം വെടിപ്പാകട്ടെ. അനേകർ അങ്ങേ ഞങ്ങൾ കാണട്ടെ. അങ്ങേ അന്വേഷിക്കുന്ന ബുദ്ധിമാനായിട്ട് ഞങ്ങൾ മാറട്ടെ. അങ്ങനെ വലിയ പ്രവർത്തിക്കാൻ സ്തുതിക്കുന്നു. അങ്ങനെ വചനം ക്രിയ ചെയ്തതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം നസ്രായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.